ഹലോ, ഞങ്ങളൊരു ചക്ക ഇടാൻ പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാ മട്ടാള ഇവിടെ ഇവിടെ ആ കൊമ്പ് വെട്ടിയാലോ? അത് ആ കൊമ്പ് വെട്ടിയ ഇല്ല ഇല്ല എന്ന് വിചാരിക്കണം. അതിൻ്റെ മുകളിലുണ്ടാവും നിറയെ പുളിയുറുമ്പ്. അയ്യോ, എൻ്റെ കാലിൽ കയറണോ? അല്ലാതെ ആ ചക്ക എങ്ങനെ ഇങ്ങോട്ട് കിട്ടുക? അതിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണേ. അതിന് വളരാനുള്ള സ്പേസ് ഇല്ല. കോണി എന്തിനാ? ഞങ്ങളൊക്കെ നടക്കുമ്പോ ചിലപ്പോ പന്നിയുടെ വഴിക്കൂടെ ഒക്കെ തലട്ടും. ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. ദൈവമേ, എന്തോ ഒരു പുളിയുറുമ്പോ. ഒരു ചക്ക കണ്ടോ, അടി ഇങ്ങനെ വെന്ത് നിക്കണ, ബ്ലാക്ക് കളറായി നിക്കണുണ്ടോ? രണ്ടാളും കൂടി എങ്ങടാ കയറണേ? ഏ, ചക്ക കിട്ടി, ചക്ക കിട്ടി. നീ ഏറ്റിക്കോ, ചോറ് വെച്ചിക്കോ. ഇങ്ങോട്ടെ, ഞാൻ ചോറ് വെച്ചാൽ നടക്കാനിട്ട് ഇങ്ങോട്ട് ഇത് ഞാൻ വെച്ചുതരാം, ഞാൻ വെച്ചുതരാം. ആ, നീ നടക്കേ. അതാ അമ്മ പിടിച്ചു നിന്നാതി കുറച്ചേരം. അമ്മ വീടിയെടുക്കോ, കുഞ്ഞ ഷോൾഡർ കേട് വരട്ടോ. മുക്കും ആ എന്തായാലും പുറത്തത്തെ ഈ സാധനം പറഞ്ഞ കാര്യം മണ്ണാവുള്ളേ. അനക്ക് വെയിറ്റില്ല. അച്ഛൻ ചക്കയും കൂടെ അവിടെ നിന്ന് ഉരുള്ളും. അത് വേണ്ട, അതെടുക്കണ്ട, അതെടുക്കണ്ട. അമ്മേ, ഒരു ചക്കയിടല്ല ഭാരത. പ്രാവശ്യം ചോളയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടാകുന്നില്ല.
അങ്ങനെ നമ്മൾ ചക്കയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ടു കേട്ടോ. കുറച്ച് ചക്കക്കുരുവും കൂടെ തൊലി കളഞ്ഞ് നമ്മളതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. മുളക് പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മളിതിൽ പച്ചമുളകാണ് ഇടാൻ പോകുന്നത് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് 3 വിസിൽ വരെ വരുത്തണം, കാരണം ഇത് കുറച്ചധികം വേവുള്ള ചക്കയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേനും 3 വിസിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തത്. ഒരുപാട് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, കുറച്ചരഞ്ഞാലും മതി കേട്ടോ. നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കഷ്ണങ്ങളൊക്കെ ഉടയാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണ് കയ്യിലല്ലെങ്കിൽ കടോല് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഉടച്ചു കൊടുക്കാറുള്ളത്. നമ്മൾ മോരൊക്കെ കടയാൻ ഉപയോഗിക്കുന്ന കടോല്. ഓക്കെ, അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായി ഉടച്ചു കൊടുത്തു. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് നോക്കുക. ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉടച്ചിട്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി തേങ്ങ ചേർക്കാൻ പോവുകയാണ്. ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ചൂടാറുമ്പോഴത്തേനും നല്ല കട്ടയായിരിക്കും. അപ്പോൾ കുറച്ചധികം വെള്ളം ഇപ്പം ചേർത്ത് ഒന്ന് ലൂസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് ചൂടാറിക്കഴിഞ്ഞാൽ വല്ലാതെ കട്ടയാവില്ല. ഇപ്പം ഞങ്ങൾ പാകത്തിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി തിള വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മൾ തിള വന്നിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കുമ്പോൾ ചെറിയുള്ളിയും ചുവന്ന മുളകും കൂടെ ചേർത്ത് പൊട്ടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾക്കിവിടെ എരിവ് ഇത് ഓൾറെഡി പാകത്തിനായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചുവന്ന മുളക് ചേർക്കുന്നില്ല. കറിവേപ്പിലയും കടുകും മാത്രം പൊട്ടിച്ചിട്ട് ഒഴിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറി എന്ന് പറയുന്നത് ചക്കക്കൂട്ടാനാണ് കേട്ടോ. നല്ല മട്ടരിയുടെ ചോറും ചക്കക്കൂട്ടാനും നത്തൽ വറുത്തതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്